ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. തിരുമൽ ദേവാ ഗൺപത് രക്ഷിക്കണേ. ദേവാ ആജിജങ്കാറോ മേൽക്കാ ദൈവമേ എന്ന് കച്ചവടം കിട്ടണേ. തിരുമൽ ദേവാ. ഹലോ വെങ്കടേശ്വരപ്പൈ, സ്വർണത്തിന് മാർക്കറ്റ് എങ്ങനെയുണ്ട്? 15 കോടിയോ? കൊള്ളാം കൊള്ളാം. തനിക്ക് സുഖമാണോ? നമ്മളുടെ ഡയബറ്റിക് കംപ്ലൈന്റ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണു. സ്വർണത്തിന് വില കയറുന്നുണ്ടെങ്കിലും പണ്ടാരം എന്റെ ഷുഗറിന്റെ അളവ് കുറയുന്നില്ല. ശരി ശരി, നാളെ വിളിക്കാം. അരെ ശ്രീനിവാസ, സ്വർണത്തിന് വില 15 രൂപ കൂടി. അപ്പൊ 2018. ശരി ശരി. ശ്രീനിവാസ, ആ എളുവുണ്ണ തറകന്റെ കല്യാണ ഓർഡർ ശരിയായോ? ഇല്ലാനേറ്റയ്ക്ക് പണി ആയില്ല. എന്താണിത്? നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഓർഡറല്ലേ? സുബ്രഹ്മണ്യം ദിവാകരനും ലീവാണല്ലോ. സുബ്രഹ്മണ്യന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസല്ലേ അവന്റെ ഭാര്യ ഡെലിവറി ആയത്? അത് അവന്റെ ഭാര്യയല്ല, വാസുദേവന്റെ ഭാര്യയാണ്. ശരി ശരി, ആരുടെ ഭാര്യയായിരുന്നാലും പ്രസവങ്ങൾ നടക്കണു, നമ്മുടെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. മുതലാളി, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. രാവിലെ പിരിവാണോ? പോകാൻ പറ. പിരിവാണെന്ന് തോന്നുന്നില്ല. എങ്കിൽ വരാൻ പറ. ആരാണോ എന്താണോ നമ്മളുടെ പാട്. സ്വർണ്ണക്കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മുതലാളി, ആളുകൾ പോകും വരും. ഇതാണ്. എന്ത് വേണം? ഒരു ജോലി. അപ്പുറം തന്നെ ചായക്കട, ഈ സ്വർണ്ണക്കടയാണ് ജ്വല്ലറീസ്. മനസ്സിലായോ തനിക്ക്? എനിക്ക് സ്വർണ്ണപ്പണി അറിയാം. സ്വർണ്ണപ്പണി അറിയാമെന്നോ? നോക്കിയിട്ട് തോന്നുന്നുവല്ലോ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അതെ ശ്രീനിവാസൻ, രണ്ടുപേരും ലീവ് ഉണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് ഇവനെ അവിടെ വെച്ചാലോ? ശരി മുതലാളി. എന്താണ് നിന്റെ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ പേരാണ്. പേരൊക്കെ കൊള്ളാം. നല്ല പണിയായിരിക്കണം. എവിടെയാണ് നിന്റെ സ്ഥലം? തൃത്താല. തൃത്താല, അതും കൊള്ളാം. നിനക്ക് ഞാൻ ജോലി തറന്നു. ഒരു കണ്ടീഷൻ, സത്യസന്ധമായി ജോലി എടുക്കണം. സ്വർണമാണ് ഞാൻ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ദുഷ്ടവിചാരങ്ങൾ മനസ്സിൽ തോന്നും, അടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കട അടപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ശമ്പളത്തിന്റെ കാര്യമെല്ലാം മാനേജർ സംസാരിക്കും. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ വീടുണ്ട്. അതും നല്ലത്. ശ്രീനിവാസൻ, ഇവനെ കൊണ്ടുപോയി ജോലിയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. നീക്കൂ നീക്കൂ, വരൂ വരൂ. അവന്മാർ യൂണിയനിൽ ചേരണം, കൊടി പിടിക്കണം എന്നൊക്കെ പറയും. ചേരരുത്. ചേർന്നു എന്നറിഞ്ഞാൽ അന്ന് നീ പുറത്ത് ചെല്ലു. നിങ്ങളുടെ സാധനം എടുത്തോളൂ. വരൂ വരൂ. എന്താ കണ്ണാ? എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്ക ജ്യൂസ്. തിന്ന് തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയൂ തന്നെ തിന്നറത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം കറി പോലും കൊടുക്കരുതെന്നാ. ഇന്ന വലിച്ചു പാരി തിന്ന സത്തുപോകും പണ്ടാരം. സത്തുപോട്ട പണ്ടാരം. ഒരു ജിലേബി ദിഗ്വേ, എന്നാ ഒരു ലഡു ദിഗ്വേ. ലഡുന് മധുരം കുറവുണ്ട്. കണ്ണാ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തു പോകും കണ്ണാ. നീ സത്തു പോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടല്ലേ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പിടിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണാ. പാവക്ക ജ്യൂസ് കുടിക്കേ. തിരുമൽ ദേവാ, എന്തൊരു കപ്പാണ് പണ്ടാറും.
ആറു വന്നിരിക്കണു, പോയി നോക്ക്. ഓച്ചെഞ്ചോയ്, ഓച്ചെഞ്ചോയ്. സർക്കിളാണ്, ഇറക്കാൻ പറഞ്ഞു. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. തിരുവൽ ദേവാ, എന്തൊരു ബലം പണ്ടാറ. മാറു മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ടെങ്കി വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറേ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. വെച്ചോളൂ. ആ, എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത് നല്ലത്. ആ, അദ്ദേഹം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം. ചുമ്മാ ഇരിക്കണ്ണ. എന്താ ചെറിയ സൂക്ഷിക്കണമേ. നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ അത്? ശ്രീരാമ പട്ടാഭിഷേകം. അതും നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പാപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേ ഗാലി ഗാലി പാൻപിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ്ങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം വരുന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം. ദമയന്തി, അറേ ദമയന്തി, നിന്റെ മകൻ താളയിടുന്ന് എന്ത് കഥ കാണുന്നെന്ന് അറിയാമോ? കണ്ണ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളിലും സെക്സ്. താളയും സെക്സോ? ആ, നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താള ഇരുന്ന് സായിപ്പിന്റെയും മദാമയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ അല്ലോ കണ്ണ. സിന്നക്കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ. ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്നുറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡ്ഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റിസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണാ. ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, ശ്രീനിവാസനോ? പോയി പണറൂ. 5 പൺ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാല എടുത്ത് ഉറപ്പാണോ? അന്ന് കളപ്പങ്ങൾക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ, അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ. സത്യം വേണം. സത്യം വേണം. തല്ലണം, ഇതരണം. ഇവൻ കള്ളനാണ്, കള്ളൻ. ഇവൻ തന്നെയാണ് മാല എടുത്തിട്ടുള്ളത്. നീ അമ്മാവന്റെ വീട്ടിൽ താമസിക്കുന്നത് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുന്നത്, അത് തന്നെ കള്ളമല്ലേ? അയ്യോ, അതെനിക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ ജോലി തരില്ലെങ്കിലും ഒന്ന് കരുതിയ. എന്താ ഇവനെ തെറ്റില്ലെന്നാ പറഞ്ഞത്? നീ ഉള്ള സത്യം തുറന്നു പറഞ്ഞേര്.
എവിടെയാ മാല വെച്ചിരിക്കുന്നത്? അതിങ്ങ് എടുത്ത് നിർത്തി പോയിക്കോ. ഈശ്വരനാണ് ഞാൻ എടുത്തിട്ടില്ല സാറേ. തിരുമൽ ദേവാ, സാർ ഒരു അബദ്ധം പറ്റിയതാണ്. മാല കിട്ടി, മാല കിട്ടി. നല്ല പയ്യൻ, കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട്. മിസ്റ്റർ പൈ, എന്തെങ്കിലും കാണാതായാൽ എല്ലായിടത്തും ശരിക്ക് അന്വേഷിച്ചതിന് ശേഷമേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഉണ്ണി, ഇവർ നിന്നെ ഒരുപാട് തല്ലി. നമ്മൾ വളരെയേറെ ദുഃഖിക്കുന്നു. നിന്റെ വർഗം തന്നെയാണ് ഇതിന് കാരണം. നീ ബാ, നമുക്ക് കടയിലേക്ക് പോകാം. നിനക്ക് നമ്മൾ ശമ്പളം കൂട്ടി തരുന്നുണ്ട്. എനിക്ക് ജോലി വേണ്ട സാർ. ഇനി എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. അച്ഛന്റെ തല്ല് സഹിക്കയ്യാതെ ഞാൻ വീടിട്ടിറങ്ങിയത്. സാരമില്ലടൂ, ഒരു അബദ്ധം പറ്റിയതല്ലേ, കൂടെ ചെല്ലേ. നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല. നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണോ? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണോ? മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട. അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പാപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഉണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞു കിടക്ക. ഉണ്ണിക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് എന്താ സാർ, മതിയോ? മതി, ധാരാളമായി. അടേങ്കപ്പ കാലക്കി. ഇപ്പോഴാണ് ശരിക്കും ഒരു ഉണ്ണികൃഷ്ണനായത്. ഇപ്പോഴെങ്ങനെയുണ്ട് നമ്മുടെ ഗുരുദശാനത്തിന്റെ എഫക്ട്? എഫക്റ്റിന്റെ കാര്യമൊന്നും പറയണ്ട. എനിക്കറിയാം ഞാൻ പെട്ട. എടാ, എനിക്കൊരു സംശയം. നിന്റെ ഈ മീശ വെക്കലും ഹെയർ സ്റ്റൈലും ഒക്കെ കണ്ടിട്ട് വല്ല പെമ്പിളേരും പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ? അപ്പൊ എന്റെ സംശയം ശരിയായല്ലോ. ആരാ ആരാ? അവിടുത്തെ മൂത്ത കുട്ടി പറഞ്ഞിട്ടാ. മായ ചേച്ചിയോ? ആ വന്നല്ലോ. കൺഗ്രാറ്റുലേഷൻ. എന്താ ഇവൻ ഇങ്ങനെ മാറ്റിയെടുത്തതിന്. എന്താ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്? അതൊക്കെയുണ്ട്. അവൻ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി, മീശയുടെ ഷേപ്പും മാറ്റി. എന്താ സ്റ്റൈല്! ഇങ്ങോട്ട് തിരിഞ്ഞേ. അമ്പോ, തകർത്തു. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? സിന്ധു, നീ ഇത്തിരി കൂടുന്നുണ്ട്. മാപ്പ് സാർ. മായ ചേച്ചിയാ ഇവന്റെ രൂപ ഇങ്ങനെ മാറ്റിയെടുത്തുന്ന ഇവൻ പറയുന്ന. ദേ, ക്രെഡിറ്റ് മായ ചേച്ചിക്ക് മാത്രമുള്ളതല്ല, എനിക്കും തരണം. എന്റെ ഗുലുകുല ഇവൻ അതിലൂടെ തന്റെ ഇടം കൊടുത്തത്. അതെ അതെ, അത് കഴിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ണിക്ക് മാറിയിട്ടില്ല അല്ലേ ഉണ്ണി? പിന്നെ എനിക്കെന്ന് എത്ര പ്രാവശ്യം വയറ്റിന്ന് പോയത്? ശരി, അത് പോട്ടെ. ഇനി നിന്റെ ഈ വസ്ത്രാലങ്കാരങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ഏ, എന്റെ കൂടെ വന്നാലുണ്ടല്ലോ, നല്ല ഉഗ്രൻ ഡ്രസ് സെലക്ട് ചെയ്ത് തരാം. ഇവനെ നിർമ്മൽ, നിനക്ക് എന്നെ കുടത്തിൽ മുളയ്ക്കണമെന്നുണ്ടോ? പപ്പ, ഞാൻ നിന്നെ നമ്മൾ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അടുത്ത് പറഞ്ഞയച്ചതല്ലേ? നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നീ നമ്മളെ കമ്പി എണ്ണിക്കും. ഇന്നലെ രാവിലെ ദേ കയറി വന്നിരിക്കുന്നു ഇൻകം ടാക്സ് ഒരു പട തന്നെ. രാത്രി 12 മണിക്കാണ് എന്നെ ദമയന്തിയെ കാണിച്ചത്. മിനിഞ്ഞാന്ന് സെയിൽസ് ടാക്സ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്. നമ്മൾ തന്നെ ഒരു ടാക്സ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. തിരുമൽ ദേവ, മേനോൻ സാർ വീട്ടിലുണ്ടോ? അങ്ങേരെ കൊണ്ട് കമ്മീഷണർ അടുത്ത് റെക്കമെൻഡേഷൻ ചെയ്യിക്കണം. അവർ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണല്ലോ. അച്ഛൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. നമ്മൾക്കും സ്റ്റേഷനിൽ പോകാം. വരൂ നിർമ്മൽ. ഞാൻ വരണോ പപ്പ? ഞാൻ അഡ്വക്കേറ്റ് എടുത്ത് പോവാം. വേണ്ട, നിനക്ക് ഓഫീസറെ പേടിയാണെന്ന് നമ്മൾക്ക്. നിന്റെ കാറിൽ എന്റെ പുറകു നിന്നെയും പിടിച്ചിട്ടെ, നീയും മുള്ളണം കുടത്തിൽ. വാറു വാറു. അറിവു നീ ആത്മ അറിയല്ലോ. നല്ലത്. മീസ മാറ്റിയതും നല്ലത്, മുടി വെട്ടിയതും നല്ലത്. പറവറു. ഞാൻ എന്റെ കാറിൽ വേണ്ട വേണ്ട, നിന്റെ കാർ ഇവിടെ കിടക്കട്ടെ. നീ നമ്മളുടെ കാറിൽ വന്നാ മതി, അല്ലെങ്കിൽ നീ മുങ്ങും. നിന്നെ അറിയാൻ നമ്മൾക്ക്.